ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഒരു കാലത്ത് മലയാള സിനിമാ ലോകം അടക്കി ഭരിച്ചിരുന്ന സുരേഷ് ഗോപി എന്ന ഇപ്പോഴത്തെ തൃശൂർ എം.പി. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നു, തൃശൂർ വേണമെന്നാവശ്യപ്പെടുന്നു, എന്നാൽ ലഭിക്കാതെയാകുന്നു. പിന്നീട് അദ്ദേഹം ബി.ജെ.പിയോടൊപ്പം തന്നെ തുടരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് ഇടതുപക്ഷത്തേക്ക് പോകുന്നു, പിന്നീട് ബി.ജെ.പി ആകുന്നു. ഒടുവിൽ ബി.ജെ.പിയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരുവാൻ തൃശ്ശൂരിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു പോയ സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയതാകട്ടെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ കരുണാകരനെ പോലെ കോൺഗ്രസിന്റെ ഒരു മുൻകാല മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ മാത്രമല്ല, കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും ദുസ്സഹമായിരുന്ന സാഹചര്യത്തിലെല്ലാം കോൺഗ്രസിനെ കൈവിടാതെ വിജയപതാക പാറിപ്പിക്കുവാൻ കരുത്ത് കരങ്ങൾക്ക് നൽകിയിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരന് എതിരായി മത്സരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ബി.ജെ.പിയുടെ പാർലമെന്റ് ചരിത്രത്തിൽ കേരളത്തിൽ നിന്നൊരു എം.പി അങ്ങനെ ഡൽഹിയിലേക്ക് എത്തുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ വേദിയിൽ വെച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതായത് ഒരു എം.പി എന്ന രീതിയിൽ, അതായത് ലോക്സഭാ എം.പി എന്ന രീതിയിലും രാജ്യസഭാ എം.പി എന്ന രീതിയിലും തനിക്ക് കിട്ടിയിരുന്ന തുക താൻ എന്ത് ചെയ്തുവെന്നും അതിനോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില സത്യാവസ്ഥകൾ, ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കള്ളത്തരങ്ങൾ പൊളിയാൻ താനൊരു പുസ്തകം എഴുതിയാൽ മതിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. രാജ്യസഭാ എം.പി ആയിരുന്ന കാലത്തും ലോക്സഭാ എം.പി ആയിരുന്ന കാലത്തും തനിക്ക് കിട്ടിയിട്ടുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു നയാ പൈസ താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നും അതെല്ലാം പൂർണ്ണമായും ഈ സംസ്ഥാനത്തിന്റെ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടേ ഉള്ളൂ എന്നും അദ്ദേഹം ആ വേദിയിൽ തുറന്നടിച്ചു. ഒപ്പം സുരേഷ് ഗോപി എങ്ങനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവെന്നും എങ്ങനെ ബി.ജെ.പിയിലേക്ക് എത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിൽ വെച്ച നരേന്ദ്രമോദിയെ കാണുന്ന വേളയിൽ പോലും ബി.ജെ.പിയിലേക്ക് ചേരണമെന്നൊരാഗ്രഹം തൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ താൻ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള ജനസ്വീകാര്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കരങ്ങൾക്ക് ശക്തി പകരണമെന്നൊരു ചിന്ത ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൻ്റെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ, തന്നെ ബാധിക്കുന്ന തരത്തിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും എടുത്ത ചില നിലപാടുകളും ചില തീരുമാനങ്ങളുമായിരുന്നു. ഒരു പുസ്തകം താൻ മനസ്സറിഞ്ഞെഴുതിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും തിളങ്ങുന്ന മുഖച്ഛായ എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ കഴിയുന്ന കളം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിലെ ചില നേതാക്കന്മാരും ഒരുക്കി എന്നുള്ള ഒരു വാദമായിരുന്നു. ആ വാദത്തിൽ കോൺഗ്രസ് മുറുകെ പിടിച്ചു നിന്നു. സുരേഷ് ഗോപി അത് കഴിഞ്ഞുള്ളൊരു പൊതുവേദിയിൽ താൻ ആംബുലൻസിലായിരുന്നില്ല അവിടേക്ക് എത്തിയതെന്നും അങ്ങനെ കണ്ടവരുടെ മായ കാഴ്ചയായിരിക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും അദ്ദേഹം ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഇപ്പോൾ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയുമാണ്. എന്തായാലും സാമ്പത്തികപരമായി തനിക്ക് കിട്ടിയിരുന്ന ശമ്പളങ്ങൾ ഏത് തരത്തിലാണ് വിനിയോഗിക്കുന്നതെന്ന് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ തുറന്നു പറഞ്ഞ സുരേഷ് ഗോപി, ഒപ്പം താനൊരു പുസ്തകം മനസ്സറിഞ്ഞെഴുതിയാൽ കേരളത്തിലെ പല നേതാക്കന്മാരുടെയും തിളങ്ങുന്ന മുഖം തകർന്നു വീഴും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി സുരേഷ് ഗോപിയുടെ ചില ഇടപെടലുകളോ അതല്ല എങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ചില നഗ്നസത്യങ്ങളോ തുറന്നു പറയും എന്നുകൂടിയാവാം.